ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഇപ്പോ നിങ്ങളെല്ലാം കോളേജിലും ഡിഗ്രിയും PG ഒക്കെ കഴിഞ്ഞ കുട്ടികളല്ലേ. നമുക്ക് സ്വതവേ സ്കൂളിലൊക്കെ പഠിപ്പിക്കുമ്പോൾ പലപ്പോഴും കുട്ടികൾ പറയും, നിങ്ങൾ മാത്സ് BEd ഇല്ലേ? എല്ലാ BEd ഉണ്ട്. ഞാൻ എല്ലാ വിഷയവും പറയാൻ ഒഴിവില്ല, ഉണ്ടാവില്ല. എന്തിനാണ് കണക്ക് പഠിക്കുന്നത്? മിത്ര ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. ക്ലാസ്സിൽ ഇപ്പോ കഴിഞ്ഞ ദിവസം ഒരു ടീച്ചർ, 35 കൊല്ലം കണക്ക് പഠിപ്പിച്ച ഒരു ടീച്ചർ ഒരു കല്യാണ സമയത്ത് സദസ്സിലിരുന്ന് പറയാണ്, ഞാൻ ഒരു കാര്യമില്ലാണ്ട് ഈ സൈന് തീറ്റ കോസ് തീറ്റ എന്നൊക്കെ പഠിപ്പിച്ച് 35 കൊല്ലം വേസ്റ്റാക്കി. അപ്പൊ കൂടുള്ള ആൾക്കാർ വലന്തല കൊട്ടി, ഒരു കാര്യമില്ല, ഞാനിപ്പോ അതൊന്നും അല്ല ചെയ്യുന്നത്. അപ്പൊ അടുത്ത ആള്, എന്തിനാണ് ഈ ബാബർ അങ്ങട് ചാടി, അക്ബർ ഇങ്ങട് ചാടി, ഹുമയൂൺ അതിന്റെ ഇടയിൽ കൂടെ ചാടി, വല്ല കാര്യമുണ്ടോ? ഇതൊക്കെ പഠിക്കുന്നത് എന്തിനാ വെച്ചാൽ ചരിത്രം. അപ്പൊ കണക്ക് പഠിച്ചിട്ട് കാര്യമില്ല, ചരിത്രം പഠിച്ചിട്ട് കാര്യമില്ല. അപ്പോഴാണ് 30 കൊല്ലം ഫിസിക്സോ കെമിസ്ട്രിയും സയൻസും ഒക്കെ പഠിപ്പിച്ച ടീച്ചർ അമോണിയം ക്ലോറൈഡ് ഉണ്ടാക്കണത് എത്ര പഠിപ്പിച്ചു, എന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഞാനിപ്പോ അതൊരു കുട്ടിയെ, ഞാനിപ്പോ ബാങ്കിലാ ജോലി ചെയ്യുന്നത്. ഈ അമോണിയം ക്ലോറൈഡ് കെമിസ്ട്രിയിൽ പഠിച്ചിട്ട് നന്നായി. സ്റ്റേറ്റ് ബാങ്കിന്റെ മണ്ണാർക്കാട്ട ശാഖയിൽ പോയിട്ട് ഇയാൾ ദിവസം അമോണിയം ക്ലോറൈഡ് ഉണ്ടാക്കിയ പൂശ കിട്ടാൻ വേറെ വല്ലതും വേണോ? അപ്പൊ കെമിസ്ട്രി പഠിച്ചതും വെറുതെയായി. ഇങ്ങനെയാണ് നോക്കൂ, നമ്മളിങ്ങനെ ഓരോ നിഗമനങ്ങളിലേക്ക് എത്തുകയാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്തിനാണ് കണക്ക് പഠിക്കുന്നത്? എനിക്കറിയില്ല കേട്ടോ. ഏതെങ്കിലും ഒരു കണക്ക് ടീച്ചർ അതിന്റെ ഒരു കാര്യം ഈ കുട്ടികളോട് പറഞ്ഞാൽ കുട്ടികൾക്ക് ഈ കണക്ക് ഇത്ര ബോറാവും. കണക്ക് ഭയങ്കര പേടിയാണല്ലോ പൊതുവെ, എല്ലാവർക്കും അല്ല, ഒരുപാട് ആളുകൾക്ക്, കുട്ടികൾക്ക് കണക്ക് ഭയങ്കര പേടിയാണ്. വളരെ സിമ്പിൾ ആണെന്നേ. ഒരു ലക്ഷ്യം നമ്മൾ മനസ്സിലാക്കിയാൽ അതിലേക്ക് എത്തല് ബുദ്ധിമുട്ടില്ല. എന്താ പ്രശ്നത്താൽ ആ ലക്ഷ്യം എന്താണ്, അതിന്റെ ഒരു മെത്തേഡ് എന്താണ് എന്ന് അറിയാണ്ട് തന്നെ നമ്മൾ ഈ കാര്യം കൈകാര്യം ചെയ്യുമ്പോൾ അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആവും. എന്തിനാ കണക്ക് പഠിക്കണത്? നമുക്ക് ആളുകൾ കരുതുന്നത് പോലെ അല്ല കേട്ടോ. സങ്കീർണമായിട്ടുള്ളൊരു കാര്യം, മനസ്സിലാവാത്തൊരു കാര്യം നിങ്ങൾ കണക്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത് മനസ്സിലായില്ലല്ലോ? അതാണ്. അങ്ങനെ ചില ബിരുദ് ഞങ്ങൾക്കുണ്ട് കേട്ടോ. ഈ പ്രസംഗിക്കുന്ന ആൾക്കാർക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം പറഞ്ഞ് കോംപ്ലിക്കേറ്റഡ് ആക്കും. പ്രസംഗിക്കുന്ന ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അങ്ങനെയുണ്ട്. ഞാൻ പറഞ്ഞ എന്താണെന്നറിയോ? ഇപ്പൊ ഞാൻ പൂക്കോട്ടാവുന്ന വരുന്നത്, നിങ്ങൾ എന്നോട് ചോദിക്കാണ് പൂക്കോട്ടാവുന്ന ഇവിടേക്ക് എത്ര ദൂരമുണ്ട് ചോദിച്ചു. നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയാ ചോദിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു കുറച്ച് ദൂരമുണ്ട്. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കുറെ ദൂരമുണ്ട്. അതൊന്നും കൺവേ ചെയ്തില്ല. മറിച്ച് ഞാൻ പറയാണ് 10 കിലോമീറ്റർ ഉണ്ട്. നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായില്ലേ? അതും മനസ്സിലായില്ല? മനസ്സിലായി, ഇത്രയേ ഉള്ളൂ. ആദ്യം ഞാൻ നല്ല മലയാളമല്ലേ പറഞ്ഞത്, കുറച്ച് ദൂരം ഉണ്ട് എന്നുള്ളത്. മലയാളം തന്നെയാണ്, താരതമ്യേന നല്ല മലയാളമാണ്. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായില്ല. രണ്ടാമതോ ഞാൻ കണക്കാ പറഞ്ഞിട്ടോ. ഒരുപാട് കുട്ടികള് ബുദ്ധിമുട്ടാണ്, കീറാമുട്ടിയാണ് എന്ന് പറയണ കണക്കിലേക്ക് ഞാന് എന്റെ വാചകത്തെ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോ നിങ്ങൾക്ക് മനസ്സിലായി. ഇന്നലെ എത്ര മഴ പെയ്തു കേരളത്തിൽ? ഇപ്പൊ അവിടെ വെള്ളപ്പൊക്കം, കൊച്ചിയിൽ വെള്ളപ്പൊക്കം ഒക്കെയാണ്. അപ്പൊ നോക്കൂ, കരിമ്പുഴയില് നമ്മൾ പറയാണ് ഭയങ്കര മഴയായിരുന്നു. നമുക്കൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. ഭയങ്കര മഴ എന്നൊരു മഴയില്ല, അതൊരു ഭാഷാ പ്രയോഗമാണ്. അങ്ങനെ ഒരു മഴയില്ല. ഞാൻ പറയാണ് ഇവിടെ 3 സെന്റിമീറ്റർ മഴ പെയ്തു. കൊച്ചിയിൽ വെള്ളക്കെട്ടാണ്. ഞാൻ കണക്ക് കറക്റ്റ് ആയിരിക്കില്ല കേട്ടോ, ഞാനൊരു വെറുതെ ഒരു അക്കം പറയാണ്. കൊച്ചിയിൽ വെള്ളപ്പൊക്കമാണ്, അതാണ് ഇതാണ്. പക്ഷെ ഇവിടെ വെള്ളപ്പൊക്കം ഇല്ല. കൊച്ചിയിൽ 6 സെന്റിമീറ്റർ മഴ പെയ്തു. നമുക്ക് തിരിഞ്ഞു എന്താ ഈ കാര്യം എന്നുള്ളത്. ഒരു ചാക്കിൽ അരി ഇരിക്കുകയാണ്, ഇതിൽ എത്ര കിലോ ഉണ്ട്? ഒരുപാടുണ്ട്. ഒന്നും മനസ്സിലായില്ല. 10 കിലോ ഉണ്ട്, മനസ്സിലായി. ഇത്രയുള്ളൂ. ഇത് സിമ്പിൾ ആട്ടോ. മനസ്സിലാവാത്ത കാര്യങ്ങളെ കണക്കിലേക്ക് മാറ്റിയാൽ മനസ്സിലാവും എന്നുള്ളതാണ് കണക്ക് ക്ലാസിന്റെ ആമുഖം. അതാണ് കണക്ക് ക്ലാസിന്റെ ആമുഖം. ഞാനത് വിശദീകരിക്കല്ല, ഞാനൊരു കീ മാത്രം പറയാൻ. ഇങ്ങനെ നിങ്ങൾ ഓരോന്നും എടുത്തു നോക്കൂ. എന്തിനാണ് ശാസ്ത്രം പഠിക്കുന്നത്? ആദ്യം പറഞ്ഞ പോലെ എല്ലാവരും അമോണിയം ക്ലോറൈഡ് ഉണ്ടാക്കുക,
എന്തൊരു നശിച്ച നാടാവും നമ്മുടെ നാട്. അതിനല്ല. പിന്നെയോ, നിങ്ങൾക്കൊരു ശാസ്ത്രബോധം ഉണ്ടാവാനാണ്, യുക്തിചിന്ത ഉണ്ടാവാനാണ്. അപ്പൊ നോക്കൂ, നമ്മുടെ കയ്യില് ഒരു കയറിൽ ഇങ്ങനെ കുടുക്കിട്ടിട്ട് ഇങ്ങനെ തന്നു. നമുക്കത് അഴിക്കാൻ നിങ്ങൾ മന്ത്രം ചൊല്ലിയ ആ കുടുക്ക് അഴിയോ? ഇല്ല, ഒന്നും അഴിയില്ല. നിങ്ങളെ വേറെ എന്തെങ്കിലും ഒന്നും അഴിയില്ല. നമ്മൾ അതിങ്ങനെ നോക്കി, ഈ കയറ് എവിടെ പോയി എന്നൊക്കെ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി കറക്റ്റ് അഴിച്ചാൽ അത് അഴിയും. ജീവിതത്തിന്റെ കുടുക്കുകളും അങ്ങനെ തന്നെയാണ്. നിങ്ങളൊരു കുടുക്കിൽ പെട്ടാല് അതിനെ യുക്തിസഹമായി നേരിട്ട് ഇത് അഴിക്കാനുള്ള മാർഗം എന്താണ് എന്ന യുക്തിയുടെ ശാസ്ത്രാവബോധത്തിന്റെ ഒരു വെളിച്ചം ഉണ്ടാവാനാണ് സയൻസ് പഠിക്കണത്. നിങ്ങൾ അതിൽ സ്പെഷ്യലൈസ് ചെയ്യാന്ന് വെച്ചാൽ അത് വേറൊരു കാര്യമാണ്. എന്തിനാ ചരിത്രം പഠിക്കണത്? ചരിത്രം പഠിക്കണത് ഈ പറഞ്ഞില്ലേ, ഇതിങ്ങനെ കാണാപ്പാടും ഇവർ ജനിച്ച വർഷം, ആ യുദ്ധം ഈ യുദ്ധം. നമ്മുടെ വിചാരം ചരിത്രം എന്ന് പറയുന്നത് രാജാക്കന്മാരുടെ എന്തോ വീരസ്യങ്ങളുടെ ഒരു കഥയാണ് എന്നാണ്. അല്ല, അങ്ങനെയല്ല. എന്തിനാ ചരിത്രം പഠിക്കണത്? ഞാനൊരു ഒരു കുഞ്ഞു ഉദാഹരണങ്ങളോട് പറയാം. 3 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കയിൽ ഉണ്ടായതാണ് ആധുനിക മനുഷ്യർ. നമ്മൾ ഇന്ന് ഹോമോസാപ്പിയൻ എന്ന് വിളിക്കുന്ന ഈ മനുഷ്യര് 3 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കയിൽ ഉണ്ടായതാണ്. അവര് ഇന്ത്യയിൽ വന്നതിന്റെ കഥ ഞാൻ പിന്നെ പറയാം. ഞാൻ ഈ ഒരു എന്തിനാണ് ചരിത്രം പഠിക്കുന്നത്, സാമൂഹ്യ പാഠം പഠിക്കുന്നത് എന്നുള്ള ആ പർട്ടിക്കുലർ വിഷയത്തെ പറ്റി പറയാണ്. അവര് അമേരിക്കയിൽ വന്നത് 16,000 കൊല്ലം മുമ്പാണ്. മനസ്സിലാക്കണം കേട്ടോ. 16,000 കൊല്ലം മുമ്പ് മാത്രമേ അവർ അമേരിക്കയിൽ വന്നിട്ടുള്ളൂ. അങ്ങനെ വന്നിട്ടോ ഇന്നത്തെ അമേരിക്കയില് നിങ്ങൾ ഈ മാപ്പൊക്കെ നോക്കിയാൽ അറിയാം, അലാസ്ക എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അലാസ്ക. ഈ അലാസ്കയെന്ന് അമേരിക്കയുടെ തെക്കേ മുനമ്പിലേക്ക് എത്താൻ 21,000 കിലോമീറ്റർ ദൂരമുണ്ട്. എത്ര? 21,000. ഈ ദൂരം സഞ്ചരിക്കാൻ അന്നത്തെ മനുഷ്യരെടുത്തിട്ടുള്ള സമയം 2000 വർഷം. ഞാൻ പറഞ്ഞ് കണക്റ്റ് ആയോ? 16,000 കൊല്ലം മുമ്പ് 21,000 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്യാൻ നമ്മുടെ പൂർവികരെടുത്ത കാലം 2000 വർഷമാണ്. 16,000 കൊല്ലം മുമ്പ് മാത്രം കേട്ടോ, ലക്ഷമല്ല, വെറും 16,000. നിങ്ങൾ നോക്കി നോക്കൂ, അവിടുന്ന് ഇങ്ങോട്ടുള്ള മനുഷ്യവംശത്തിന്റെ ഒരു പുരോഗതി. ഇന്ന് നമ്മൾ സ്പേസിൽ പോയി, ചന്ദ്രനിൽ പോയി, ചൊവ്വയിലേക്ക് മനുഷ്യൻ പോയിട്ടില്ലെങ്കിൽ നമ്മൾ പേടകത്തിനെ അയച്ചു. ഇപ്പൊ മൂൺ ടു മാർസ് എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതി യൂറോപ്യൻ യൂണിയനും നാസയും കൂടിയും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൂൺ ടു മാർസ്. ചന്ദ്രനിൽ പോയിട്ട് അവിടെ ലാൻഡ് ചെയ്തിട്ട് അവിടെ ഒരു താവളം ഉണ്ടാക്കിയിട്ട് അവിടുന്ന് ചൊവ്വയിലേക്ക് പോകാനുള്ള പരിപാടി. ആ കാലം വരികയാണ്. അതിലേക്ക് നമ്മൾ മാറിയിരിക്കുകയാണ്. എന്തിനാ ഇത് പഠിക്കുന്നത്? ഇതിങ്ങനെ മനുഷ്യവംശത്തിന്റെ ചരിത്രം ഇതാണ്. പടിയായി മുന്നേറി പോയ ചരിത്രം. നമ്മൾ ഇന്നലെ എന്തായിരുന്നു ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, ആ ഒരു അവബോധം ഉണ്ടാക്കാനാണ്. എന്തിന്? നാളേക്ക് ഒരു കുതിക്കാൻ. എന്തെങ്കിലും ഇന്നലത്തേന്ന് നമുക്ക് എടുക്കാനുണ്ടോ? അതിനാണ് ചരിത്രം പഠിക്കണത്. അല്ലാണ്ട് ദയവ് ഇത് തെറ്റിദ്ധരിക്കരുത്. ഈ കാണാപ്പാടം ഡേറ്റ് പഠിക്കണ പരിപാടിയല്ല. അതുകൊണ്ട് ചരിത്രം എന്ന് പറയുന്നത്, ചരിത്ര പഠനം എന്ന് പറയുന്നത് പൊതുവെ നമ്മൾ കരുതണ പോലെ രാജാക്കന്മാരുടെ വീരസ്യങ്ങളുടെ കഥ പറച്ചിലല്ല. പിന്നെയോ ഉൽപാദന ഉപകരണങ്ങളുടെ മാറ്റങ്ങളുടെ കഥ പറച്ചിലാണ്. ഭീംബേത്ക എന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ മധ്യപ്രദേശില് ഭോപ്പാലിന്റെ അടുത്തൊരു സ്ഥലമുണ്ട്. ഭീംബേത്ക എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. ആ സ്ഥലം ഒരു പ്രകൃതി നിർമ്മിതമായിട്ടുള്ള, ഞങ്ങള് എപ്പോഴെങ്കിലും അവിടെ പോകണമെന്ന് ഞങ്ങളോട് അഭ്യർത്ഥിക്കാൻ കേട്ടോ. അത് പ്രകൃതിദത്തമായിട്ടുള്ള കുന്നുകള്, ഗുഹകള്, പാറകള് ഒക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. എന്താണ് ആ സ്ഥലത്തിന്റെ പ്രത്യേകത? ആ സ്ഥലത്തെ പാറക്കെട്ടുകളിൽ നിന്ന് 1,00,000 വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ മനുഷ്യര് ആദിമ മനുഷ്യര് അവരുടെ പ്രാകൃതമായ കല്ലായുധങ്ങൾ കൊണ്ട് ഈ പാറയിൽ വരച്ചിട്ടുള്ള ചിത്രങ്ങളുണ്ട്. 1,00,000 വർഷം മുമ്പേ അവിടെ മനുഷ്യരുണ്ടായിരുന്നു. അവർക്ക് ഈ പാറയുടെ മുകളിൽ നോക്കിയാല് ശത്രുവാണോ മിത്രാണോ വരുന്നത് എന്ന് കാണാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് ആ സ്ഥലം തിരഞ്ഞെടുത്താന്നാ പറയുന്നത്. 10,000 വർഷങ്ങൾ ആ മനുഷ്യരവിടെ ജീവിച്ചിട്ടുണ്ടാവും. നോക്കൂ, 1,00,000 വർഷം മുമ്പേ ആ പാറയിൽ കൊത്താൻ ഉണ്ടാക്കിയിട്ടുള്ള ആയുധങ്ങളിൽ നിന്ന് 2024 മനുഷ്യന്റെ പണിയായുധങ്ങൾ എങ്ങനെ മാറി?
ഇങ്ങനെ മാറി? 50 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്നതിൽ നിന്ന് നമ്മുടെ ആയുധങ്ങൾ എങ്ങനെ മാറി? 10 25 കൊല്ലം മുമ്പേ വിശറി കൊണ്ട് മാത്രം പിന്നെ കാറ്റ് ലഭിച്ചിരുന്ന നമ്മള് ഫാനിലേക്കും പിന്നീട് AC-യിലേക്കും എങ്ങനെ മാറി? നമ്മുടെ ആയുധങ്ങൾ മാറുകയാണ്. ചരിത്രം ആയുധങ്ങളുടെ മാറ്റത്തിന്റെ കഥയാണ്. ചരിത്രം രാജാവിന്റെ വീരസ്യങ്ങളുടെ കഥയല്ല. ഈ കാര്യം മനസ്സിലാക്കാനാണ് വാസ്തവത്തിൽ 8ാം ക്ലാസ് പാഠപുസ്തകത്തിലെ ചരിത്രം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് മനസ്സിലായിട്ടില്ലെങ്കിലോ? അത് മനസ്സിലായിട്ടില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മുഗളന്മാരുടെ പേര് നമ്മൾ ഇങ്ങനെ കാണാപ്പാഠം പഠിക്കും. എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.